Hi all, welcome back to Moving Postcards from Neetu. സോ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളിൻ്റെ മേക്ക് ഓവറാണ്. അപ്പം നമുക്ക് ഗ്ലാസ് ജാർസൊക്കെ ലിഡൊക്കെ നമുക്ക് ചിലപ്പോൾ കളഞ്ഞു പോയിട്ട് കുറേ ഗ്ലാസ് ജാർസ് ഉണ്ടാവും. അപ്പം ഇതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് വേണം എന്നൊന്നുമില്ല, എന്തിലാണെങ്കിലും നമുക്ക് ഈ ഒരു സെയിം പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. സോ മെയിൻലി ഇതിന് ആവശ്യമുള്ളത് ഒരു ഗ്ലോസ് പ്രൊട്ടക്റ്റീവ് ഇനാമലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അക്രിലിക് പെയിൻറ്റ്, നമുക്ക് ഒരു ബേസായിട്ട് ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റ്, അത് കഴിഞ്ഞിട്ട് മോഡ് പോഡ്ജ്, പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ്. ടിഷ്യൂസ് പ്ലെയിൻ ആയിട്ടുള്ള മിക്ക സ്റ്റേഷനറി ഷോപ്സിലും അല്ലെങ്കിൽ ക്രാഫ്റ്റ്സിൻ്റെ കടയിൽ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കിച്ചൺ ടിഷ്യൂസ് വരെ നമുക്കിതിന് യൂസ് ചെയ്യാം. ഞാൻ പെർട്ടിക്കുലർലി ഡെക്കോപ്പേജ് നാപ്കിൻ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ കിച്ചൺ ടിഷ്യൂസ് ആണ്, 2 പ്ലൈ 3 പ്ലൈയുടെ. അതിൽ നമ്മൾ ലെയേഴ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രിൻറ്റ് ലെയേഴ്സിൻ്റെ മാത്രം യൂസ് ചെയ്യുന്നത്. പിന്നെ അക്രിലിക് വൈറ്റ് പെയിൻറ്റ് ബേസായിട്ട് കൊടുക്കാം. എനിക്കത് ചെയ്തപ്പോൾ ഫിനിഷ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത് ജെറീർ ബുക്ക് സ്റ്റോറിലും പിന്നെ ഏസിലും അവൈലബിൾ ആണ്, ഏസ് എന്ന്. പിന്നെ വേണ്ടത് മോഡ് പോഡ്ജ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മിക്ക സ്ഥലത്തും മിക്ക സ്റ്റേഷനറിയും ക്രാഫ്റ്റിലും ഉള്ള ഷോപ്സിൽ ഇത് കിട്ടും, മോഡ് പോഡ്ജ്. അത് കുറച്ചും എടുത്തിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബൗളിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനല്ല, സെക്ഷൻ ബൈ സെക്ഷൻ അപ്ലൈ ചെയ്ത് വരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ അക്രിലിക് പെയിൻ്റ് ആണ് യൂഷ്വലി കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത്. അത് ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ലൈക്ക് അത്രയും അങ്ങ് വർക്കൗട്ട് ആയില്ല. എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു, പക്ഷേ ആ ഒരു ഫിനിഷിങ് കിട്ടിയില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കുറേ നോക്കിയപ്പം ഇതിൻ്റെ ഒരു സജഷൻ പോലെ ഇൻസ്റ്റഗ്രാമിൽ പോപ്പപ്പ് ചെയ്ത് വന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്തത്. ആൻഡ് നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട്. പിന്നെ ഈ കാണുന്നതിൽ ഞാൻ ജസ്റ്റ് 1 കോട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആ ഗ്ലോസിനെസ് ഫിനിഷ് കാണാൻ പറ്റും. അത് 1 more ടൈം, ശരിക്കും 2 times ആണ് അപ്ലൈ ചെയ്യേണ്ടത്, പക്ഷേ ഐ ജസ്റ്റ് ഗേവ് ഇറ്റ് 1. എനിക്ക് അത്രയും മതി എന്ന് എനിക്ക് തോന്നി. അപ്പം കാരണം നമ്മൾ അതിൻ്റെ പുറത്തും കവർ ചെയ്യുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉള്ളത് നമ്മൾ അവിടെ കവർ ചെയ്യും. അപ്പം അത്രയും ഇതായില്ലെങ്കിലും പ്രശ്നമില്ല, കുഴപ്പമില്ലാതെ വന്നു. അപ്പം ഇഷ്ടമുള്ള പ്രിൻറ്റഡ് ടിഷ്യൂസ് ഇനി കാണുമ്പോൾ ലൈക്ക് എടുത്ത് വയ്ക്കും. ഒരു പാക്കറ്റിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എന്തെങ്കിലും ഡെക്കോറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ലും ചെയ്യാനോ, ഇപ്പോൾ ഒരു വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൻ്റെ ഇടയിൽ ഒരു ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബ്ലൂ പോട്ടറി കളക്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടും ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരു തീം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് അത് കിട്ടിയില്ലെങ്കിൽ, അതിനുള്ള നമുക്ക് വേസ് അല്ലെങ്കിൽ അതിന് തക്കതായ ഒന്നും കിട്ടിയില്ലെങ്കിലും അപ്പോഴും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു ഇച്ചിരി കൂടി ഒരു പിങ്ക്, ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു താമരയുടെയോ അങ്ങനെയൊക്കെ ഒരു ഓണം ഫീൽ, ഒരു വിഷു ഫീൽ, ഈ ഭരണിയിലെല്ലാം പ്രിൻറ്റ് ചെയ്ത് വരുന്നത് പോലെ അങ്ങനെ ഒരു ഫീൽ കൊടുക്കണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഞാനിങ്ങനെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അഗെയിൻ നമ്മൾ ആദ്യം ഒരു മോഡ് പോഡ്ജിൻ്റെ ലെയർ അപ്ലൈ ചെയ്തു. സെക്ഷൻ ബൈ സെക്ഷൻ വേണം ചെയ്യാൻ. പിന്നെ അഗെയിൻ ടിഷ്യൂ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഒരു മോഡ് പോഡ്ജിൻ്റെ ഇത് കൊടുത്തിട്ട് നമ്മൾ സീൽ ചെയ്യുന്നു. സോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നിങ്ങൾക്കും അത് ഇഷ്ടമായിരിക്കണം, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഐ ടോട്ടലി ബിലീവ് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു ഇൻകം അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാരണം അത് എടുത്ത് പറയാമെന്ന് വെച്ചാൽ എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബറുള്ളൂ. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പം വീഡിയോ ഇടുന്നതിൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ എങ്ങനെയാണ്, ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 1000 സബ്സ്ക്രൈബറും വാച്ച് അവേഴ്സൊക്കെ ഇഷ്ടം പോലെ വേണം. അപ്പം അത്രയൊന്നും എനിക്ക് കിട്ടില്ല. അപ്പം പക്ഷേ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടുന്നത്, ലൈക്ക് വ്യൂസും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ
പക്ഷെ അങ്ങനെ വീഡിയോ എടുത്തിടുന്നത് എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കാനും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദാറ്റ് ഈസ് മൈ മീ ടൈം. അല്ലെങ്കിൽ ഐ ഫൈൻഡ് സം കാംനെസ്, അല്ലെങ്കിൽ എന്തോ ഒരു ഇത് എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. സോ അങ്ങനെയാണ് ഞാനത് വീഡിയോ എടുക്കാനും ഇടാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യേണ്ടത്. ഇതുവരെ ഞാനൊരു പ്രോപ്പർ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് പതുക്കെ ഇടും എന്നാണ് എൻ്റെ അത് പതുക്കെ ഞാൻ അതിലെത്തും. പക്ഷെ എല്ലാത്തിനും ഒരു ബിഗിനിങ് ഉണ്ടാവും. അപ്പം മേ ബി ദിസ് ഈസ് എ ബിഗിനിങ്. ആൻഡ് യെസ്, എൻ്റെ മീൻ ടൈം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു മീൻ ടൈം. ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് സോ റിലാക്സ്ഡ് ആൻഡ് സോ അറ്റ് പീസ്, കാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് എനിക്കിത്. ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർക്ക് പുറത്ത് പോവുക, ലൈക്ക് ഒരു ചായ കുടിക്കുക, എല്ലാവർക്കും പലതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഓരോ ആർട്ടിസ്റ്റിക് കാര്യങ്ങൾ ചെയ്യുമ്പം ഐ ഫീൽ സോ ഹാപ്പി. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യാൻ കുറേയൊന്നും വേണ്ട, ദിവസത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഐ സ്ട്രോങ്ലി സജസ്റ്റ് യു ടു ഡു ദാറ്റ്. പിന്നെ ഇതുപോലെ ഈക്വലി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് ജേർണലിങ്. ജസ്റ്റ് 5 minutes. I started with just 5 minutes and എന്തോ ഇറ്റ് ഓൾസോ ഗിവ്സ് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. രാവിലെ എണീറ്റിട്ട് ഒരു 5 minutes ജേർണലിങ്ങിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കുറേ ടൈപ്പ് ഓഫ് ജേർണൽസും കിട്ടും. അപ്പം നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണോ എന്താണോ വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് കിട്ടും. സെക്ഷൻ ബൈ സെക്ഷനാണ് നമ്മൾ മോഡ് പോജ് അപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞാൽ ഫുൾ നമ്മൾ ബൗളിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒട്ടിച്ചിട്ട് അത് ശരിയാകത്തില്ല. സോ സെക്ഷൻ ബൈ സെക്ഷൻ പതുക്കെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ടിഷ്യൂവിൽ ശ്രദ്ധിക്കണം, ചില ടിഷ്യൂവിൽ നമുക്കിങ്ങനെ ഡോട്ട് പോലെ കിട്ടും. സോ അത് വാങ്ങില്ല. അത് വെക്കുമ്പോൾ ശരിക്കും കിട്ടത്തില്ല. ഐ മീൻ ഫിനിഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ആ ഒരു ഇത് വരില്ല. സോ പ്ലെയിൻ നോർമൽ ടിഷ്യൂ വിത്തൗട്ട് എനി ഹോൾസ് അല്ല, ലൈക്ക് ഇങ്ങനെ ഡോട്ട് ഒരു ടെക്സ്ചർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ടിഷ്യൂസ് വേണം യൂസ് ചെയ്യാൻ. സോ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഗ്ലാസ് ജാർ വെച്ചിട്ട് ഞാൻ 2 രീതിയിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡൈനിങ്ങിൻ്റെ ഒരു സെൻറ്റർ പീസായിട്ട് നമുക്ക് വെക്കാം. ഇല്ലെങ്കിൽ ഫോയർ ഏരിയ, എൻട്രി വേയിലുള്ള എന്തെങ്കിലും ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സോ അല്ലെങ്കിൽ സൈഡ് ബോർഡ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാം കൂടെ വയ്ക്കുന്ന പോലെ സ്റ്റൈൽ ചെയ്യാം. കീസ് വെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറേ ബുക്സ് അറേഞ്ച് ചെയ്തിട്ട് ബുക്സിൻ്റെ മുകളിൽ സൈഡിലായിട്ട് അതിൻ്റെ അകത്തും നല്ല ബ്ലെൻഡായി പോവും. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കിച്ചണിലാണ്. കിച്ചണിൽ ഓരോ സെയിം ടൈപ്പ് ഓഫ് ഇത് പോട്ട് ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പം എൻ്റെ പൊതുവെ ഒരു വുഡിലേക്ക് പോകുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ വുഡൻ ആയിട്ടുള്ള സ്പൂൺസ് അങ്ങനത്തെ, അപ്പോൾ വുഡിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എല്ലാം ഒരുമിച്ച് വെക്കുമ്പോൾ അത് നല്ലതായിരിക്കും. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു വുഡൻ സ്പൂണോ ഒരു സ്റ്റീലിൻ്റെ അങ്ങനെ വെക്കുമ്പം എപ്പോഴും ഒരു യൂണിഫോമിറ്റി, ഒരു കണ്ടിന്യൂറ്റി വേണം. അപ്പം ഒരെണ്ണം വെക്കുമ്പോൾ അതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത് തന്നെ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാം. അത് മെയിനായിട്ടുള്ള എല്ലാ ഡിസൈനിൻ്റെയും മെയിനായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ചില സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ പലതായിട്ട് ക്ലബ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു കണ്ടിന്യൂറ്റി, ഒരു യൂണിഫോമിറ്റി വരുന്ന ഒരു ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ നിങ്ങളുടെ ഓരോ കമൻസും ലൈക്ക് നമുക്ക് എങ്ങനെ ബെറ്റർ ആവാൻ പറ്റും, പ്രത്യേകിച്ച് ഒരു ഇതുമില്ലാതെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സീ യു വിത്ത് യെറ്റ് അനദർ